ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് പേര് ഒരു സപ്ലിമെന്റിന്റെ റിവ്യൂ ഒന്ന് ചെയ്യാവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സപ്ലിമെന്റിന്റെ വീഡിയോ ആണ്. ഓക്കെ, അതിന്റെ റിവ്യൂ ആണ്, ആ സപ്ലിമെന്റിന്റെ റിവ്യൂ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം ഇപ്പൊ ഒരുമാതിരി എല്ലാവർക്കും ഉള്ള ഒരു ഇഷ്യൂസ് ആണ്. ഇപ്പം മുടി കൊഴിച്ചില്, താരൻ, മുടി പൊട്ടിപ്പോവുക, അതുപോലെ നെയിൽ പെട്ടെന്ന് ബ്രേക്ക് ആവുക, പിന്നെ സ്കിൻ ഇഷ്യൂസ്. അപ്പം ഇതിനെല്ലാത്തിനും വേണ്ട ഒരു സപ്ലിമെന്റ് ആണ് ഈ ബയോട്ടിൻ എന്ന് പറയുന്നത്. അപ്പൊ ട്രെൻഡിങ്ങിൽ ഇരിക്കുന്ന ഒരു സപ്ലിമെന്റ് ആണ് ഈ ബയോട്ടിൻ എന്ന് പറയുന്നത്. അപ്പൊ ശരിക്ക് ഈ ബയോട്ടിന്റെ ആവശ്യം ഉണ്ടോ? നമുക്കത് എത്ര ഡോസ് എടുക്കണം? ഇത് ശരിക്ക് വർക്ക് ആവോ? ഇതിനെന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ? അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയില്. ഇത് ഫുള്ള് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോ ഇതാണ് ബയോട്ടിൻ ടാബ്ലറ്റ്. ഇത് HK വൈറ്റൽസിന്റെ ആണ്. ഹെൽത്ത് കാർട്ടിന്റെ ബ്രാൻഡിന്റെ ബയോട്ടിൻ സപ്ലിമെന്റ് ആണ് ഇത്. ഇതിനകത്ത് ഒരു ഏകദേശം 90 ടാബ്ലറ്റ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. ഓരോ ടാബ്ലറ്റിലും 10,000 mcg ബയോട്ടിൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു 90 ടാബ്ലറ്റ്സിൽ ഞാൻ മേടിച്ചപ്പോ ഇതിന്റെ റേറ്റ് ഒരു അറൌണ്ട് 400-500 ഇൻ ബിറ്റ്വീൻ, ആ ഒരു റേറ്റിൽ നമുക്കിത് അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, പ്രൊഡക്റ്റ് കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ ഇതിൽ ചെക്ക് ചെയ്തിട്ട് മേടിക്കാം. ഓക്കെ, അപ്പോ എന്താണ് ബയോട്ടിൻ നോക്കാം. ബയോട്ടിൻ ബേസിക്കലി ഒരു വൈറ്റമിൻ ആണ്. വൈറ്റമിൻ B7 ആണ്. അതാണ് ബയോട്ടിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മുടെ മെറ്റബോളിസം, നമ്മുടെ ഓവറോൾ മെറ്റബോളിസത്തിന് വേണ്ടിയിട്ടും നമ്മുടെ സെൽ ഗ്രോത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ഇമ്മ്യൂണിറ്റി, ഇതിനൊക്കെ വേണ്ടിയിട്ട് വേണ്ട ഒരു സപ്ലിമെന്റ് ആണ് ഈ ബയോട്ടിൻ എന്ന് പറയുന്നത്. സോ അത് നമ്മുടെ ഇപ്പൊ ഈ ഹെയർ ഗ്രോത്ത്, ഹെയർ ഫാൾ ഒക്കെ കൺട്രോൾ ചെയ്യാനും, സ്കിൻ ഇഷ്യൂസ് കുറയ്ക്കാനും, നമ്മുടെ ഈ നെയിൽസ് ഒക്കെ സ്ട്രോങ് ആക്കാനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കൂടിയാണ് ഈ ഒരു ബയോട്ടിൻ എന്ന് പറയുന്ന സപ്ലിമെന്റ്. അപ്പം ഇത് എത്ര എണ്ണം എടുക്കണം എന്ന് വെച്ചാൽ ഡെയിലി ഒരു 1 ടാബ്ലറ്റ് വരെ നമുക്കിത് കൺസ്യൂം ചെയ്യാം ആഫ്റ്റർ ഫുഡിന് ശേഷം. അപ്പൊ ഞാൻ ഇത് എടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. അപ്പം എനിക്ക് എന്താണ് ഡിഫറൻസ് ഉണ്ടായെന്ന് വെച്ചാല് ഹെയറിന്റെ ഒരുമാതിരിപ്പെട്ട ഇഷ്യൂസ് എല്ലാം നല്ല രീതിക്ക് കൺട്രോൾ ആയി. ഹെയർ ഫാൾ ആണെങ്കിലും ഈ നെയിൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഇഷ്യൂസ്, ഇതെല്ലാം നല്ല രീതിക്ക് കൺട്രോൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ആ ഒരു ഇമ്മ്യൂണിറ്റി, നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും അസുഖമൊക്കെ ക്യാച്ച് ചെയ്യില്ല, അപ്പൊ അതൊക്കെ കുറച്ചും കൂടെ ഒന്ന് കൺട്രോൾ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ ഒരു സൈഡ് എഫക്ട്സ്, എനിക്ക് അങ്ങനെ ഒരു സൈഡ് എഫക്ട്സും കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. മേ ബി നമുക്കിതൊരു കൺട്രോൾ ഉണ്ട്, കാരണം ഒറ്റ ഒരു ടാബ്ലറ്റ് നമ്മൾ എടുക്കാവുള്ളൂ. ഓവർഡോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ പിമ്പിൾസ് അങ്ങനെയൊക്കെ ഇഷ്യൂസ് ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പൊ വേറെ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇത് വാട്ടർ സോലുബിൾ ആണ്. നമ്മളിത് സാധാരണ ഗുളിക കുടിക്കുന്ന പോലെ ആണ് വെള്ളം കുടിച്ച് ഇറക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ ചൂയിങ് ഫോം അങ്ങനെയൊന്നും അല്ല ഇത് വരുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു സപ്ലിമെന്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഏതൊരു സപ്ലിമെന്റ് എടുക്കുമ്പോഴും നമ്മൾ ഡോക്ടറിന്റെ ഒരു കൺസൾട്ടേഷൻ എന്തായാലും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങളിപ്പോ പ്രഗ്നന്റ് ലേഡീസ് ആണെങ്കിലോ, ലാക്ടേറ്റിംഗ് വിമൻസ് ആണെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഏത് സപ്ലിമെന്റ് ആണെങ്കിലും എടുക്കാൻ പാടുള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ നിങ്ങൾ ഈ ഒരു ബയോട്ടിൻ ടാബ്ലറ്റ് നിങ്ങൾ കഴിക്കുന്നുണ്ടോ? കഴിച്ചിട്ട് എന്താണ് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് എന്താന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.